ഇന്ന് വാഴയില കൊണ്ട് നമുക്കൊരു സൂത്രമുണ്ട്. വേറൊന്നുമല്ല, നമുക്ക് വാഴയിലയും മത്തി പൊള്ളിക്കും. നല്ല കിഡു ടേസ്റ്റാണ് കേട്ടോ. അതിനായിട്ട് നമ്മൾ ആദ്യം ഈ വാഴയില ഒന്ന് വാട്ടിയെടുക്കണം, അല്ലെങ്കിൽ പൊട്ടിപ്പോകും. അതുകൊണ്ടാണ്. ചെറിയ മത്തി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി, ചെറിയ ഉള്ളി, മുളകും മല്ലിപ്പൊടി ആവശ്യത്തിന്, മഞ്ഞൾ പൊടി, ഉപ്പ്, കുരുമുളക്, ഇഞ്ചിയും കൂടെ ഇടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ചട്ടിയിലേക്ക് ഈ വാട്ടി വെച്ചിരിക്കുന്ന ഇല വയ്ക്കുക. അതിന് അടിയിലൊരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഈ വാട്ടി വെച്ചിരിക്കുന്ന ഇലയിലേക്ക് നമ്മളെടുത്ത് ഗ്രേവിക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും കൂടെ മിക്സ് ചെയ്ത് ഒത്തിരി വെള്ളം ഒഴിക്കാൻ പാടില്ല, തീരെ കുറച്ച് വെള്ളം ഒഴിക്കാവുള്ളൂ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും പുളിയും കൂടെ ചേർത്ത് നമ്മൾ അടുപ്പിൽ വയ്ക്കുന്നതും ഈ ഗ്രേവി പതുക്കെ തിളച്ച് തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തിയും കൂടി അതിൻ്റെ കൂടത്തിലിട്ട് ഉപ്പും ആവശ്യത്തിന് ഒരുവിധം കുറച്ചുകൂടെ തിളച്ച് വന്നു കഴിയുമ്പോൾ ഈ ഗ്രേവി തിളച്ച് തുടങ്ങി കഴിയുമ്പോൾ വെളിച്ചെണ്ണയും കൂടെ വെച്ചിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. വെള്ളം നന്നായിട്ട് വറ്റണം. ഈ ഗ്രേവിയുടെ വെള്ളം നന്നായിട്ട് വറ്റി വന്നു കഴിയുമ്പോഴത്തേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒരു 2-3 മിനിറ്റ് കൂടെ വീണ്ടും മൂടി വയ്ക്കുമ്പോൾ നന്നായിട്ട് വെള്ളം വറ്റി ഇപ്പം കാണുന്ന പരുവത്തിൽ ഡ്രൈ ആയിട്ട് നമുക്ക് മത്തിക്കറി ലഭിക്കും. വളരെ ടേസ്റ്റിയാണ്. ഈ ഗ്രേവി നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് ഇലയിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഗ്രേവി പോലും നമുക്ക് കളയാൻ തോന്നത്തില്ല, അത്രയ്ക്ക് ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. കിഡു ടേസ്റ്റായിരിക്കും. അപ്പോൾ വാഴയിൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റായ മത്തിക്കറി റെഡിയായി.